ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആയിട്ട് ഞാനും അമ്മയും കൂടെ റെഡി ആയിട്ട് ഇവിടെ അമ്മയുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടൂ വീലറിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. സോ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതെൻ്റെ മാമൻ്റെ മോനാണ്, മൂത്ത മോനാണ്. അവനാണെങ്കിൽ ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനത് വാങ്ങിച്ചിട്ട് അതിൻ്റെ കാറ്റഴിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടെ മാമനാണെങ്കിൽ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കും. ഇത് ഇളയവനാണ്, അവനാണെങ്കിൽ വീഡിയോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. പിന്നെ അവിടെ ആണെങ്കിൽ മാമിയാണെങ്കിൽ കുറേ 4 മണിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കവറിലാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ തൈ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അങ്ങനെ 2 എണ്ണം അമ്മയോട് പറഞ്ഞ് എൻ്റെ 2 എണ്ണം മണ്ട വെച്ചിട്ടുണ്ട്. ഇവിടെ അമ്മാമ്മയും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ് അമ്മയുടെ അമ്മ. പിന്നെ ഞങ്ങളതെല്ലാം പിച്ചിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി നമ്മൾ നേരത്തെ തന്നെ വീട്ടിലെത്തി. നേരത്തെ അല്ല, വൈകിട്ടായിട്ടുണ്ട്. മാമിയാണെങ്കിൽ ബോയൊക്കെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ മമ്മിണിക്ക് വേണ്ടിയിട്ട് ബോ തന്നു വിട്ടൊരെണ്ണം. പിന്നെ ഇതവിടെ നിന്ന് പിച്ച് 4 മണിയാണ്. പിന്നെ അച്ഛന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ബിരിയാണി കുറച്ച് എടുത്തുകൊണ്ട് വന്നായിരുന്നു. പിന്നെ വൈകിട്ടാണെങ്കിൽ ചെടി നനയ്ക്കാനൊക്കെ വെച്ച് അങ്ങനെ ഓസൊക്കെ ഇട്ട് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച്. ഇവിടെ കുറേ ചെടിയുണ്ട്. എന്നിട്ടാണ് അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് ആ 4 മണി. പിന്നെ എല്ലാത്തിനും വെള്ളം ഒഴിച്ചിടുമ്പോഴത്തേക്കൊരു സമയമാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുറ്റം തൂക്കണം കേട്ടോ. അങ്ങനെ മുറ്റത്തെല്ലാം വെള്ളം ഒഴിച്ച്, കാരണം ഈ പൊടിയൊക്കെ പറന്ന് വായിലൊക്കെ കയറുന്നില്ലെന്നല്ലേ ഈ വെള്ളം ഒഴിച്ചിട്ട് മുറ്റം തൂക്കുന്നത്. അങ്ങനെ മുറ്റം തൂക്കാൻ വേണ്ടി നമ്മുടെ ആയുധം എടുത്തിട്ടുണ്ട്. ഇവിടെ ചൂലെടുത്ത് മുറ്റമെല്ലാം തൂത്ത് കുറച്ച് തൂക്കാനുണ്ട്. പിന്നെ ആണെങ്കിൽ ആ 4 മണി തൈയൊക്കെ ആണെങ്കിൽ 2 ചട്ടിക്കകത്താക്കി വെച്ച് നട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു കട്ടനൊക്കെ ഇട്ട് നമ്മൾ കുടിച്ചു. പിന്നെ നമുക്ക് അടുത്ത വീട്ടിലൊരു പാല് വെച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴും നോക്കിയപ്പോൾ അവൾ അമ്മയാണെങ്കിൽ ബക്കറ്റുമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അവിടെ അമ്മയാണെങ്കിൽ ഇവിടെ മുറ്റം തൂക്കുവാണ്. അപ്പോൾ അവൾ ബക്കറ്റുമായിട്ട് നടന്ന് വെള്ളമൊക്കെ കുടിക്കുമെന്ന് തോന്നി ചെടിക്കും, അപ്പോൾ അറിയില്ല. പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ പാല് വെച്ച് വീട്ടിലെത്തി. ഒരു ചെറിയ വീടാണ്, അവിടെ 3 പേരുള്ളൂ. അപ്പോൾ ഒരു ചെറിയ വീടാണ്. അപ്പോൾ ആ വീടൊക്കെ ആകെല്ലാം നടന്ന് കണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. കഴിക്കാനാണെങ്കിൽ ബിരിയാണി ഉണ്ടായിരുന്നു, ഒറോട്ടി മുട്ടക്കറി ഉണ്ടായിരുന്നു, പിന്നെ സാധാ ഊണും ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ട് ബിരിയാണി വേണ്ടാന്ന് വെച്ച്. അല്ലെങ്കിൽ സാധാരണ ഞാൻ എവിടെ പോയാലും ബിരിയാണിയാണ് കഴിക്കുന്നത്, എനിക്കിഷ്ടം അതാണ്. പിന്നെ ഒറോട്ടി മുട്ടക്കറിയാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ അവിടെ എല്ലാം നടന്ന് കണ്ട്. ഇവിടെ ആണെങ്കിൽ അവിടെ ഒരു കുതിരയെ കെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി, ഒന്നുകൂടെ കാണിക്കാവേ. ഒന്നുകൂടെ ഈ വീഡിയോക്കകത്ത് വരുന്നുണ്ട് ആ കുതിര. അവിടെ സൂം ചെയ്ത് കാണിക്കാം. ആ കുതിരയാണെങ്കിൽ നമ്മളിവിടെ അഴീക്കെ ബീച്ചിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയേക്കുന്നതെന്ന് പറയുന്നത് കേൾക്കാം. എന്തോന്നറിയത്തില്ല, ഞാൻ ഇന്നാണ് അതിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിനെയൊക്കെ കണ്ട് നോക്കിയപ്പോൾ സൺസെറ്റൊക്കെ ആയിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ അച്ഛൻ വിളക്കെല്ലാം കത്തിച്ചു കേട്ടോ.